എല്ലാവർക്കും നമസ്കാരം. ഞാൻ ബ്രൈറ്റ്. ഈ കേരളം ഓൺലൈൻ സർവീസിലേക്ക് സ്വാഗതം. സ്ത്രീ സുരക്ഷാ പദ്ധതിയിലേക്ക് അപേക്ഷിച്ചവർക്ക് സേവന പെൻഷൻ പോർട്ടലിൽ പ്രവേശിച്ച് സ്റ്റാറ്റസ് പരിശോധിക്കുന്നത് എങ്ങനെയെന്നതിനെ സംബന്ധിച്ച വീഡിയോ കഴിഞ്ഞ ദിവസം പോസ്റ്റ് ചെയ്തിരുന്നു. ആ വീഡിയോയുടെ തുടർച്ചയാണ് ഇന്നത്തെ വീഡിയോ. ഇങ്ങനെ സ്ത്രീ സുരക്ഷാ പെൻഷൻ പദ്ധതിയിലേക്ക് അപേക്ഷിച്ച് പെൻഷൻ തുക ഇതുവരെയും കിട്ടാത്തവർ ശ്രദ്ധിക്കേണ്ടതും ചെയ്യേണ്ടതുമായിട്ടുള്ള കാര്യങ്ങൾ എന്തൊക്കെയാണെന്നാണ് ഇവിടെ പരിശോധിക്കുന്നത്. കൂടാതെ തുക കിട്ടാത്തവർക്ക് ഇനി എന്നത്തേക്കാണ് തുക കിട്ടുന്നതെന്നും ആർക്കൊക്കെ കിട്ടുമെന്നുമൊക്കെ വീഡിയോയിൽ പരിശോധിക്കുന്നുണ്ട്. ഇത്തരത്തിൽ പെൻഷൻ സംബന്ധമായിട്ടുള്ള വാർത്തകളും വിശകലനങ്ങളും ഓൺലൈൻ വീഡിയോകളും യഥാസമയം ലഭിക്കുന്നതിന് നിങ്ങളിതുവരെയും ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ദയവായി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കുക. കൂടാതെ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാനും മറക്കാതിരിക്കുക. ഇതാണ് സേവന പെൻഷൻ പോർട്ടൽ. ഈ പോർട്ടലിൽ പ്രവേശിച്ച് പെൻഷൻ്റെ സ്റ്റാറ്റസ് പരിശോധിക്കുന്നത് എങ്ങനെയെന്ന് കഴിഞ്ഞ ദിവസം വീഡിയോ പോസ്റ്റ് ചെയ്തിരുന്നു. ഇവിടെ നമുക്ക് സ്ത്രീ സുരക്ഷാ തിരച്ചിൽ എന്ന ലിങ്കിൽ പ്രസ് ചെയ്ത് മുന്നോട്ട് പോയി കഴിഞ്ഞാൽ ഇതിൻ്റെ സ്റ്റാറ്റസ്, ആധാർ നമ്പരോ ഉൾപ്പെടെയുള്ള ഡീറ്റെയിൽസ് നൽകി പരിശോധിക്കുവാൻ സാധിക്കും. ഇവിടെ കാണിച്ചിരിക്കുന്നത് പ്രതിമാസം 1000 രൂപ ലഭിച്ചു തുടങ്ങിയ ഒരു പെൻഷനറുടെ സ്റ്റാറ്റസാണ് കാണിച്ചിരിക്കുന്നത്. ഇവിടെ ആക്റ്റീവ് എന്നും അപ്രൂവ്ഡ് എന്നും കാണിച്ചിട്ടുണ്ട്. ഇവിടെ മസ്റ്ററിംഗ് സ്റ്റാറ്റസ് സമർപ്പിച്ചിട്ടില്ല എന്ന് കാണാം. അതിവിടെ പ്രശ്നമല്ല. മറ്റ് സേവന പെൻഷനുകൾക്ക് ചെയ്യുന്നത് പോലെ വരും വർഷങ്ങളിൽ മാർച്ച് 31 മസ്റ്ററിംഗ് ചെയ്താൽ മതിയാകും. ഇപ്പോൾ ഇവിടെ അത് ബാധകമല്ല. വിതരണം തുടങ്ങിയ മാസം ഫെബ്രുവരി 2026 എന്നും കാണിച്ചിട്ടുണ്ട്. കൂടാതെ ഡിജിറ്റൽ സൈൻ രേഖപ്പെടുത്തിയിട്ടുണ്ട് എന്ന് കൊടുത്തിട്ടുണ്ട്. കൂടാതെ അവിടെ ഒരു ഡേറ്റ് ഉണ്ട്, 4/2/2026 എന്നാണ് കൊടുത്തിരിക്കുന്നത്. പെൻഷൻ ലഭിച്ചിട്ടില്ലാത്തവരുടെയും പെൻഷൻ ID ആയിട്ടുള്ളവരുടെ സ്റ്റാറ്റസ് ഇതുപോലെ തന്നെയായിരിക്കും കാണിച്ചിട്ടുണ്ടാവുക. പക്ഷേ ഇവിടെ ഒരു വ്യത്യാസമുള്ളത്, ഡിജിറ്റൽ സൈൻ രേഖപ്പെടുത്തിയ ഡേറ്റാണ്. ഡിജിറ്റൽ സൈൻ രേഖപ്പെടുത്തുക എന്നാൽ അതാത് തദ്ദേശ സെക്രട്ടറിമാർ ഡിജിറ്റൽ സൈൻ രേഖപ്പെടുത്തി സേവന പോർട്ടലിലേക്ക് അയക്കുന്ന ആ പ്രക്രിയയാണ് ഡിജിറ്റൽ സൈൻ രേഖപ്പെടുത്തുക എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. നമുക്കറിയാം, സ്ത്രീ സുരക്ഷാ പദ്ധതി ഔദ്യോഗികമായി ഉദ്ഘാടനം ചെയ്യപ്പെട്ടത് ഫെബ്രുവരി 12 ഇവിടെ അപ്രൂവ് ചെയ്തിരിക്കുന്നത് ഫെബ്രുവരി 4 ഇതിൽ നിന്നും നമുക്കൊരു കാര്യം മനസ്സിലാക്കാം. നേരത്തെയൊക്കെ വീഡിയോയിൽ ഞാൻ പറഞ്ഞിട്ടുള്ളതുമായിരുന്നു. ഫെബ്രുവരി 5 വരെ അപ്രൂവ് ആയിട്ടുള്ള ഡിജിറ്റൽ സൈൻ ചെയ്തിട്ടുള്ള അപേക്ഷകർക്ക് മാത്രമേ നിലവിൽ പെൻഷൻ ലഭിച്ചു തുടങ്ങിയിട്ടുള്ളൂ. ഇതിൽ തദ്ദേശ സ്ഥാപനങ്ങൾക്കനുസരിച്ച് ചെറിയ രീതിയിൽ ഡേറ്റുകൾ വ്യത്യാസം വരാം. എന്നാലും 12 മുമ്പ് അപ്രൂവ് ചെയ്തിട്ടുള്ളവർക്കാണ് പെൻഷൻ അനുവദിച്ചിട്ടുള്ളത്. ഇവിടെ ഇപ്പോൾ കാണിച്ചിരിക്കുന്നത് ഇതുവരെയും പെൻഷൻ ലഭിച്ചു തുടങ്ങിയിട്ടില്ലാത്തൊരു അക്കൗണ്ടാണ്. പക്ഷേ നേരത്തെ കാണിച്ചതിൽ നിന്നും സ്റ്റാറ്റസിൽ യാതൊരുവിധ മാറ്റവുമില്ല. ഒറ്റ കാര്യത്തിൽ മാത്രമേ മാറ്റമുള്ളൂ. ഡിജിറ്റൽ സൈൻ രേഖപ്പെടുത്തിയിട്ടുള്ളത് 13/2/2026 കാണാം. ഉദ്ഘാടനം കഴിഞ്ഞതിന് ശേഷമാണ് ഡിജിറ്റൽ സൈൻ രേഖപ്പെടുത്തിയിരിക്കുന്നത്. അതുകൊണ്ടാണ് ഇതിൽ പെൻഷൻ വരാൻ താമസിക്കുന്നത്. ഇനി മറ്റുള്ള കണക്കുകൾ കൂടി നോക്കുമ്പോൾ നിങ്ങൾക്കത് കുറച്ചുകൂടി വ്യക്തമാകും. അതുപോലെ ഇവിടെ ഹോം പേജിൽ തന്നെ സ്ത്രീ സുരക്ഷയെന്നും സ്ത്രീ സുരക്ഷ DBT എന്നും 2 ലിങ്കുകൾ കാണാം. ഈ ലിങ്കുകൾ കൂടി പരിശോധിച്ചാൽ നമുക്ക് കുറച്ചുകൂടി കാര്യങ്ങൾ വ്യക്തമാകും. സ്ത്രീ സുരക്ഷ എന്ന ലിങ്ക് പരിശോധിച്ചാൽ നമുക്കറിയാം, ഗ്രാൻഡ് ടോട്ടൽ അപേക്ഷകരുടെ എണ്ണം 17,59,485 ആയിരുന്നു. പക്ഷേ പദ്ധതി ഉദ്ഘാടനം ചെയ്ത സമയത്ത് 15,88,000 ശിഷ്ടം പേരായിരുന്നു അപേക്ഷിച്ചിട്ടുണ്ടായിരുന്നത്. ഇവിടെ നമുക്ക് കുറച്ചധികം അപേക്ഷകരുടെ വന്നിട്ടുണ്ട് എന്ന് മനസ്സിലാക്കാം. കൂടാതെ ഇവിടെ റിജക്റ്റഡ് ലിസ്റ്റിൽ വെറും 2,515 അപേക്ഷകൾ മാത്രമേ റിജക്റ്റ് ആയിട്ടുള്ളൂ. അതിൽ തന്നെ 14,50,418 അപേക്ഷകൾ അപ്രൂവ് ചെയ്യുകയും DS ഡൺ ഡിജിറ്റൽ സൈൻ രേഖപ്പെടുത്തുകയും ചെയ്തിട്ടുണ്ടെന്ന് മനസ്സിലാക്കാം. ബാക്കിയൊക്കെ അപേക്ഷയുടെ വിവിധ ഘട്ടങ്ങളിലായി പെൻഡിങ്ങും വെരിഫൈഡും ഒക്കെ ആയിട്ട് വിവിധ ഘട്ടങ്ങളിലാണെന്ന്, അപ്രൂവൽ പെൻഡിങ് ഉൾപ്പെടെയുള്ള വിവിധ ഘട്ടങ്ങളിലാണെന്ന് മനസ്സിലാക്കാം ഇതിൽ നിന്നും. ഇനി നമുക്ക് സ്ത്രീ സുരക്ഷ DBT ചാർട്ട് എടുത്ത് പരിശോധിച്ചാൽ നമുക്ക് ഇതിൽ കൂടുതലൊന്നും പരിശോധിക്കാനില്ല. പദ്ധതി ഉദ്ഘാടനം ചെയ്യപ്പെടുന്ന സമയത്ത് 10,18,042 പേർക്ക് വിതരണം ചെയ്തു എന്നാണ് പറഞ്ഞിരുന്നത്. ഇവിടെ ഈ ചാർട്ടിലും ടോട്ടൽ ഡിസ്ബേഴ്സ്ഡ് അക്കൗണ്ട് എന്നുള്ളിടത്ത് ഗ്രാൻഡ് ടോട്ടലിൽ 10,18,042 പേര് തന്നെയാണ് കാണിച്ചിരിക്കുന്നത്. ഇതിൽ നിന്ന് നമുക്കൊരു കാര്യം മനസ്സിലാക്കാനുള്ളത്, പദ്ധതി ഉദ്ഘാടനം ചെയ്ത സമയത്ത് DBT സിസ്റ്റം വഴി വിതരണം ചെയ്തതല്ലാതെ പിന്നീട് ആർക്കും തുക വിതരണം ചെയ്തില്ല എന്നാണ് ഇതിൽ നിന്നും മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അതുപോലെ തന്നെ ടോട്ടൽ ഡിസ്ബേഴ്സ്ഡ് എമൗണ്ട് 101,80,42,000 ആയിരുന്നു പദ്ധതി ഉദ്ഘാടനം ചെയ്ത സമയത്ത് പ്രഖ്യാപിച്ചിരുന്നത്. അത്രയും തുക വിതരണം ചെയ്തു എന്നാണ്. ഇവിടെയും അതേ തുക തന്നെയാണ് കാണിക്കുന്നത്. ഇതിൽ നിന്നും പിന്നീട് വിതരണം ചെയ്തിട്ടില്ല എന്ന് നമുക്ക് മനസ്സിലാക്കാം. പക്ഷേ ഇവിടെ ശ്രദ്ധിക്കേണ്ട മറ്റൊരു കണക്കുണ്ട്. ടോട്ടൽ ഫെയിൽഡ് കൗണ്ട് എന്നുള്ളിടത്ത് 12,994 അംഗങ്ങൾക്കുള്ള
അംഗങ്ങളുടെ വിതരണം ഫെയിലായിട്ടുണ്ട്. അങ്ങനെ 1,29,94,000 രൂപ ടോട്ടൽ ഫെയിൽഡ് എമൗണ്ട് കാണിക്കുന്നുണ്ട്. ഈ കണക്ക് നമ്മൾ ശ്രദ്ധിക്കേണ്ടുന്ന ഒന്ന് തന്നെയാണ്. പലരും കമൻറ്റിലൊക്കെ രേഖപ്പെടുത്തിയിട്ടുള്ളത് അക്കൗണ്ട് നമ്പർ മാറിപ്പോയി, പേരും ബാങ്കിൻ്റെ പേരും IFSC ഒക്കെ കറക്റ്റാണ് എന്ന് കമൻറ്റിൽ രേഖപ്പെടുത്തുകയുണ്ടായി. അങ്ങനെ വന്നിട്ടുള്ളതാണ് ഇത്രയും ഫെയിൽഡായിട്ടുള്ള കൗണ്ട് കാണിക്കുന്നത്. ബാങ്കിൽ അന്വേഷിച്ചപ്പോൾ അറിയാൻ സാധിച്ചത് അക്കൗണ്ട് നമ്പർ മാറിപ്പോയാലും തുക ഡിസ്ബേഴ്സ് ആവും. കാരണം ഇത് ബൾക്കായിട്ട് DBT സിസ്റ്റം വഴി ഡയറക്റ്റ് ബെനിഫിറ്റ് ട്രാൻസ്ഫർ വഴി ചെയ്യുന്നതാണ്. അതിൽ അക്കൗണ്ട് നമ്പർ മാറിപ്പോയാലും ആ വ്യക്തിയുടെ അക്കൗണ്ടിലേക്ക് പണം പോകും എന്നാണ് അറിയാൻ സാധിച്ചത്. അങ്ങനെയുള്ളവർ ചെയ്യേണ്ടുന്നത് കൺസേൺഡ് ബ്രാഞ്ചിൽ ഈ വിവരം കാണിച്ച് പരാതി നൽകുകയാണ് ചെയ്യേണ്ടുന്നത്. അവർ അതിൽ നടപടി സ്വീകരിക്കും എന്നുമാണ് അറിയാൻ സാധിച്ചത്. കൂടാതെ ലോക്കൽ ബോഡിയിലും ഈ വിവരം ധരിപ്പിക്കേണ്ടുന്നതുണ്ട്. താമസിയാതെ എഡിറ്റ് ഓപ്ഷൻ വരുമെന്നും പറയുന്നുണ്ട്. അങ്ങനെ എഡിറ്റ് ഓപ്ഷൻ വന്നാൽ വീഡിയോ ചെയ്യുന്നതായിരിക്കും. ഇനി ഇതുവരെയും തുക ലഭിക്കാത്തവരെ സംബന്ധിച്ച് പറയാനുള്ളത്, ഇതുവരെ കണ്ട കണക്കിൽ നിന്നും നമ്മൾ മനസ്സിലാക്കേണ്ടുന്നത് ഉദ്ഘാടന ദിവസം വിതരണം ചെയ്ത തുക മാത്രമേ വന്നിട്ടുള്ളൂ. അതുവരെയുള്ളവർക്ക് അപ്രൂവ് ആയവർക്ക് മാത്രമേ പെൻഷൻ ലഭിച്ചു തുടങ്ങിയിട്ടുള്ളൂ എന്നാണ് ഈ കണക്കിൽ നിന്നും നമ്മൾ മനസ്സിലാക്കേണ്ടുന്നത്. അതുകൊണ്ട് നമ്മൾ വെയിറ്റ് ചെയ്യണം. അതുപോലെ സ്മാർട്ട് സ്റ്റാറ്റസിൽ ഇൻ പ്രോസസ്, ഇനിഷ്യേറ്റ്, അപ്രൂവ്ഡ്, സബ്മിറ്റഡ് എന്നൊക്കെ കാണിക്കുന്നുണ്ടെങ്കിൽ അതൊന്നും പ്രശ്നമല്ല. അവിടെ റിട്ടേൺ ടു സിറ്റിസൺ എന്ന് കാണിക്കുന്നുണ്ടോ എന്ന് നോക്കണം. അങ്ങനെയാണെങ്കിൽ നിർബന്ധമായും റീസബ്മിറ്റ് ചെയ്യേണ്ടതാണ്. ഇനി തുക ലഭിക്കാനുള്ളവർക്ക് എന്നത്തേക്ക് കിട്ടും എന്നുള്ളതിന് ഉത്തരം നമുക്കറിയാം. നിയമസഭാ തിരഞ്ഞെടുപ്പിനുള്ള നോട്ടിഫിക്കേഷൻ താമസിയാതെ വരുന്നതാണ്. അതിനു മുൻപ് തുക വിതരണം ചെയ്യുമെന്നാണ് കരുതുന്നത്. മാത്രവുമല്ല 31.34 ലക്ഷം പേർക്ക് പ്രതിമാസം 1000 രൂപ കിട്ടത്തക്ക രീതിയിലാണ് പദ്ധതി വിഭാവനം ചെയ്തിരുന്നത്. എന്നാൽ ഇതുവരെ 10,12,000 പേർക്ക് മാത്രമേ അനുവദിച്ചിട്ടുള്ളൂ.